നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. Celebrating 50 years. Majestic Jewelers. കൽപ്പകഞ്ചേരി വരമ്പനാലയിൽ മത്സ്യവുമായി എത്തിയ ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ട് കാർ യാത്രികരായ കുടുംബം. വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടം. ലോറിയിൽ നിന്ന് ഡ്രൈവറെ പുറത്തെടുത്തത് 3 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. കൽപ്പകഞ്ചേരി ഭാഗത്ത് നിന്ന് വൈലത്തൂർ ഭാഗത്തേക്ക് വന്ന ലോറിയാണ് അപകടം സൃഷ്ടിച്ചത്. പൊന്മുണ്ടത്ത് നിന്ന് കടുങ്ങാത്തുകുണ്ടിലേക്ക് പോകുകയായിരുന്ന കുടുംബമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കടുങ്ങാത്തുകുണ്ടിലേക്ക് പോകുകയായിരുന്ന സമീർ വാക്കയിലും കുടുംബവും സഞ്ചരിച്ച കാറാണ് ലോറിക്ക് മുന്നിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടത്. അമിത വേഗതയിൽ ലോറി പാഞ്ഞു വരുന്നത് കണ്ട് കാർ എതിർഭാഗത്തേക്ക് വെട്ടിച്ചു മാറ്റിയതിനാലാണ് ഇവരുടെ കാറിൽ ലോറി ഇടിക്കാതിരുന്നത്. സമീറും ഭാര്യ ഷംസീജ, മക്കളായ ഫാത്തിമത്ത് സെൽവ, ഫാത്തിമത്ത് സഹറ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. പനിയെ തുടർന്ന് ഫാത്തിമത്ത് സെൽവയെയും കൊണ്ട് കടുങ്ങാത്തുകുണ്ടിലെ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു കുടുംബം. അപകടത്തിന്റെ നടുക്കം ഇനിയും സമീറിന് വിട്ടുമാറിയിട്ടില്ല. 25-ാം തീയതി രാവിലെ വരമ്പനാലയിൽ വെച്ച ഒരു ചെറിയൊരു ആക്സിഡന്റ് നടന്നിരുന്നു. അതിൽ ഒരു ചെറിയൊരു തലനാരികൾക്ക് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും എന്റെ ഫാമിലി. അതായത് എന്റെ ചെറിയ മോൾക്ക് പനിയായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോയിന്ന്. ആ സമയത്താണ് ഇൻസുലേറ്റ് എന്ത് രാത്രിയിലാണ് മീനെ കയറ്റി വരുന്ന വണ്ടിയാണ്. അപ്പൊ അത് പെട്ടെന്ന് ചെറിയൊരു ഉറക്കിൽ പെട്ടതാണ്. ഇനി ചവിട്ടിയിട്ട് കിട്ടാത്തൊരവസ്ഥയാണ് എന്തേ വന്നതെന്ന് അറിയില്ല. എന്റെ മുന്നിൽ കൂടി നേരെ ഓപ്പോസിറ്റാണ് പാസ് ചെയ്ത്. ഞാൻ നേരെ എന്റെ എതിർദിശയിലേക്ക് വണ്ടി എടുത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. അപ്പൊ നമ്മളെ കഴിയുന്ന സഹായങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ നിർത്തി ഞാനും ഭാര്യയും മക്കളും അവിടെ നിന്ന്. അതേപോലെ രാത്രി 3:30 ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് നാട്ടിൽ വിളിച്ചിട്ട് നാട്ടിൽ നിന്ന് പയ്യന്മാരൊക്കെ വരുത്തി എല്ലാ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതേപോലെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള നമ്മളെ കേരള ഗവൺമെന്റ്, അതേപോലെ തന്നെ പോലീസുകാരിട്ട സ്പോട്ടിൽ ഞാൻ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേനും കടുങ്ങാത്തോണ്ട് പോലീസ് എത്തി. അതേപോലെ തന്നെ 10-25 മിനിറ്റ് ആയപ്പോഴേക്കും ഫയർഫോഴ്സ് അതിന്റെ അവരാ സേവന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസത്തില്. ഇൻഷാല്ലാ അപ്പൊ എന്ത് ചെയ്യുക, രാത്രികാലങ്ങളിലെ യാത്രയൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോ അവിടുന്ന് ഇറങ്ങി ശരിക്കും ചുരുക്കി പറഞ്ഞാല് നേരിട്ടുണ്ട് വന്നൊരു അവസ്ഥയാണ് ഇപ്പത്. അപകടം നടന്നയുടൻ കാറിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ച സമീറാണ് അപകട വിവരം പുറം ലോകത്തെ അറിയിച്ചത്. 10 മിനിറ്റിനകം പോലീസും അരമണിക്കൂറിനകം തിരൂർ ഫയർഫോഴ്സും സ്ഥലത്ത് കുതിച്ചെത്തി. അപകടത്തിൽ ലോറിയിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശി രമേശിന് പുറത്തേക്ക് തെറിച്ചു വീണ് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിനിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാവിലെ 6 മണിയോടെയാണ് ഡ്രൈവറെ പുറത്തെടുക്കാനായത്. ലോഡുള്ളതിനാൽ ലോറി നീക്കാനായിട്ടില്ല. എഡിറ്റർ ലൈവ് തിരൂർ.
മോളെ എല്ലായോ? ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ ആയില്ലേ? Celebrating 50 years. Majestic Jewelers.